ഞാൻ പിന്നെയും വന്നു. സന്തോഷം കൂടി വരിക. എല്ലാവരും നോട്ട് അയച്ചു. ഈ TC മേടിച്ച് പോയവരൊഴികെ ബാക്കി എല്ലാവരും നല്ലോണം പഠിച്ച് നോട്ടൊക്കെ എഴുതി സെൻഡ് ചെയ്തു. താങ്ക് യു. നിങ്ങൾ നൊക്ടേണൽ ആനിമൽസിലൊക്കെ കേട്ടിട്ടുണ്ട്. നൊക്ടേണൽ ആനിമൽസ് എന്താ? നൊക്ടേണൽ ആനിമൽസ് ആർ ആക്റ്റീവ് ഡ്യൂറിങ് നൈറ്റ്. ഞാൻ രാത്രി ആകുമ്പോൾ ആക്റ്റീവ് ആകുന്നത്. ഇപ്പം മണി എത്രയെന്ന് അറിയാമോ? 8:30 മണിയായപ്പോൾ ആക്റ്റീവായി. അത് എന്തുകൊണ്ടാണെന്നറിയാം? എൻ്റെ പേര് നിഷ റാണി എന്ന്. അത് ഞാൻ ആദ്യം പാണ്ട് പേരിട്ടപ്പം നിഷയായിരുന്നു. അതിന് ഞാൻ മോഡിഫൈ ചെയ്ത് നിഷയാക്കിയത്. അപ്പം എൻ്റെ അച്ഛൻ വിചാരിച്ചാണ് രാത്രിയിലായിരിക്കും ആക്റ്റീവ് ആകുന്നതെന്ന് എന്തോ ഒരു വിചാരത്തിലിട്ടതായിരിക്കും. എന്തായാലും ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം രാത്രിയിലാണ് എടുക്കുന്നത്. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ നേരം ചെയ്യുന്നതിന് വരുമ്പോൾ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നേ? ഞാനൊരു നൊക്ടേണൽ ആനിമലാന്ന്. നമ്മൾ എന്താ പറയുന്നത്, ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ കുറച്ച് വിവരം വെച്ച് വരണമെന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കിഡ്നി പഠിച്ചു, നെഫ്രോൺ പഠിച്ചു, യൂറിൻ ഫോർമേഷൻ പഠിച്ചു. ഇതൊക്കെ നമുക്ക് കുറച്ച് നമ്മൾ വിവരം വെച്ചു. പക്ഷേ നമ്മൾ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം കാര്യങ്ങളിൽ നോക്കി കാണാനായിട്ട്. യൂറിൻ ഫോർമേഷൻ പഠിച്ചു, പക്ഷേ ഇനി 2 മാർക്കിൻ്റെ ചില ക്വസ്റ്റ്യൻസ് കയറി വരും. ഈ യൂറിൻ ഫോർമേഷൻ്റെ ഒക്കെ മാർക്ക് എത്രയെന്ന് അറിയാമോ? കഴിഞ്ഞ എക്സാമിനേഷൻ, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ ആൻഡ് യൂറിൻ ഫോർമേഷൻ, 15 മാർക്സിനാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ 2 ക്വസ്റ്റ്യൻ കമ്പൈൻ ചെയ്തിട്ട് ചോദിക്കുമ്പോൾ 15 മാർക്സ് നിങ്ങൾ ഉടനെ തന്നെ മനസ്സിൽ വരണം. കിഡ്നിയുടെ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ എന്താ നെഫ്രോണിൻ്റെ സ്ട്രക്ചറിന് ഡയഗ്രാം വരയ്ക്കാം, പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒരു 15 മാർക്കിൻ്റെ ആണെങ്കിൽ ഒരു 2 മാർക്കോ 3 മാർക്കോ ഡയഗ്രത്തിന് പോകും. ബാക്കി എത്രയാണ്? 15-ൽ ബാക്കി 12 മാർക്ക് രണ്ടുപേർക്ക് കിഡ്നിയുടെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനും യൂറിൻ ഫോർമേഷനും പോകും. അങ്ങനെ 2 മാർക്ക്. ഇനിയും കൂടുതൽ മാർക്കിന് 15 മാക്സിമം മാർക്സ്. അതല്ലാതെ ചെറിയതിനകത്ത് വല്ലതും കയറി ചോദിക്കുമ്പം ഇനി ചെറിയ ക്വസ്റ്റ്യൻസ് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതിലൊരെണ്ണം ഞാൻ പറഞ്ഞു തരട്ടെ. 2 മാർക്സിനോ അല്ലെങ്കിൽ 4 മാർക്സിനോ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ. അത് നമുക്ക് അറിയാവുന്നതാണ്, പക്ഷെ എഴുതാൻ ചിലപ്പം അല്ലെങ്കിൽ അതിൻ്റെ പേരറിയാതെ വരും. അപ്പം അങ്ങനത്തെ ചെറിയ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് നോക്കാം. ഒരെണ്ണം പറയട്ടെ. മിക്ടുറേഷൻ അതെന്തുവാ? പാസിംഗ് ഓഫ് യൂറിൻ ഈസ് കോൾഡ് മിക്ടുറേഷൻ. പെട്ടെന്നൊരു ഡയഗ്രാം വരയ്ക്കാവേ. ഭംഗിയൊന്നുമില്ല, സഹിച്ചോണം. ഇത് നമ്മൾ പഠിച്ച ഡയഗ്രമാണ്. ഈ ഡയഗ്രം നമ്മൾ പഠിച്ചതാണ് കിഡ്നി. ഇവിടെ കിഡ്നിക്കകത്ത് യൂറിൻ ഫോം ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കിഡ്നിയിൽ യൂറിൻ ഫോം ചെയ്തു. യൂറിൻ ഫോംഡ് ഇൻ ദ കിഡ്നി റീച്ചസ് ദിസ് റീജിയൻ. ഇത് അതെന്തുവാ? ദ യൂറിറ്റർ എൻറ്റേഴ്സ് എക്സ്പാൻസ് ഇൻറ്റു ഈ യൂറിറ്റർ കിഡ്നിക്ക് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും എക്സ്പാൻസ് ഇൻറ്റു എ ഫണൽ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് പെൽവിസ്. കണ്ടോ? അവിടെ അങ്ങ് വീർത്തിരിക്കുക ആ ഫണൽ ലൈക്ക് സ്ട്രക്ചർ. അപ്പൊ ഇവിടെ ഉണ്ടായ യൂറിൻ റീച്ചസ് ദ പെൽവിസ്. ആ യൂറിൻ ഇവിടെ വന്ന് എത്തിക്കഴിഞ്ഞു. ദ യൂറിൻ ഫോംഡ് ഇൻ ദ കിഡ്നി റീച്ചസ് ദ പെൽവിസ്, passes through the ureter, gets collected in the urinary bladder. ഇവിടെ കൊണ്ടായത് പെൽവിസിലെത്തി, passes through the ureter, gets collected in the urinary bladder. The wall of the urinary bladder is formed of smooth muscles. When the urinary bladder becomes filled with urine, ഈ urinary bladder ഇങ്ങനെ മൂത്രം യൂറിൻ വന്ന് നിറയുമ്പോൾ the opening of the urinary bladder, at the opening of the urinary bladder there is a specialized muscle called sphincter muscle.
അപ്പോൾ ഈ ബ്ലാഡർ ഇങ്ങനെ തുറന്നു പോകാതിരിക്കാൻ വേണ്ടി സ്പിഞ്ചർ മസിൽസ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്ത് പിടിച്ചോണ്ടിരിക്കും. ഇങ്ങനെ ആ ഓപ്പണിങ് തുറന്നു പോകാതെ ഇങ്ങനെ കൺട്രാക്ട് ചെയ്തിരിക്കുക. When the urinary bladder becomes filled with the urine, this sphincter muscle is relaxed. Sphincter muscle is relaxed. This is followed by the contraction of the smooth muscles present in the urinary bladder. Urinary bladder ഉണ്ടാക്കിയിരിക്കുന്ന smooth muscles ഇങ്ങനെ contract ചെയ്യും. First, relaxation of the sphincter muscles followed by the contraction of the smooth muscles present in the urinary bladder, and this affects in the passing of urine. The passing of the urine is called micturition. The urine formed in the kidney reaches the pelvis, passes through the ureter, gets collected in the urinary bladder. When the urinary bladder becomes filled with the urine, the sphincter muscle is relaxed, followed by the contraction of the smooth muscles in the urinary bladder. This affects in the passing of urine, and this process is called a micturition. മനസ്സിലായോ? ഇപ്പൊ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. എന്തുവാ മിക്ചുറേഷൻ? പാസിംഗ് ഓഫ് യൂറിൻ ഈസ് കോൾഡ് മിക്ചുറേഷൻ. ഞാൻ അടുത്തൊരു 2 മാർക്കിന്റെ കാര്യം പറഞ്ഞത്. കോമ്പോസിഷൻ ഓഫ് യൂറിൻ. യൂറിൻ നമുക്കൊക്കെ അറിയാം. യൂറിന് ഒരു പെയിൽ യെല്ലോ കളേർഡ് ട്രാൻസ്പെറന്റ് ആസിഡിക് ഫ്ലൂയിഡ് ആണ്. ട്രാൻസ്പെറന്റ് ആയിരിക്കണം. നോർമൽ യൂറിൻ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതല്ലാതെ എന്തെങ്കിലും ഫോമോ അതിന്റെ ട്രാൻസ്പെറൻസി കുറയോ വല്ലതും ചെയ്യുവാണെങ്കിൽ അതിനകത്ത് നോർമൽ ആയിട്ടുള്ളതല്ല, അബ്നോർമൽ കോൺസ്റ്റിറ്റ്യുവൻസ് വന്നുപോയി. അത് പാത്തോളജിക്കൽ കണ്ടീഷനാണ്. നമുക്ക് പറയാം ഇപ്പൊ നോർമൽ യൂറിൻ എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഒരു കുപ്പിക്കകത്ത് എടുത്ത് നോക്കുവാണെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഒരു സ്ലൈറ്റ് യെല്ലോ കളേർഡ് വരണം. ആസിഡിക് ആണ് യൂറിൻ. ആൻഡ് അതിന്റെ കോമ്പോസിഷൻ എന്താന്ന് നോക്കാം. ഒരു 96% വാട്ടർ, ഒരു 2% ഈ യൂറിയസ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഒരു യൂറിയോടെലിക് ആനിമൽസ് ആണ്. ഇനി യൂറിയോടെലിക് ആനിമൽസ് ദ മെയിൻ നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയൽ ഇസ് യൂറിയ. അപ്പൊ ഇതിനകത്ത് ഒരു 2% യൂറിയ ആണ്. ദ റിമൈനിങ് 2% എന്ന് പറയുന്നത് അതിനകത്ത് യൂറിക് ആസിഡും പ്ലസ് വേരിയസ് സോൾട്ട് കാണും. ഈ സോൾട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും അറിയാമോ? ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്. ഇത് മെയിൻ ആയിട്ട് ഇതൊക്കെ ആയിരിക്കും. ഇതിന്റെയൊക്കെ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യത്തിന്റെ ഒക്കെ സോൾട്ടുകളായിരിക്കും. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യത്തിന്റെ ഒക്കെ ക്ലോറൈഡ്സോ സൾഫേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, ഇതെല്ലാം കുറച്ച് യൂറിക് ആസിഡ്, ഇതെല്ലാം കൂടെ റിമൈനിങ് 2% വരും. മെയിൻ ആയിട്ടുള്ള 2% യൂറിയ ആണ് ഇവിടെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന വെള്ളത്തിൽ അലിയിപ്പിച്ചു പോകും. അതുകൊണ്ട് ഒരു 96% വാട്ടർ ആയിരിക്കും. ഇതിലൊരു 2 മാർക്സിന് ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. കോമ്പോസിഷൻ ഓഫ് യൂറിൻ. അതേപോലെ യൂറിൻ പഠിക്കാൻ നേരത്തെ അതിന്റെ കോമ്പോസിഷൻ പഠിച്ചിരിക്കണം. അതിനകത്തൊരു മെയിൻ ആയിട്ടും വാട്ടറിൽ അലിയിപ്പിച്ച് യൂറിയനെ കളയുന്നത്. 96% വാട്ടർ ആയിരിക്കും. അത് റിമൈനിങ് 2% യൂറിയ. അത് ബാക്കിയുള്ള 2% യൂറിക് ആസിഡും പിന്നെ വേരിയസ് സോൾട്ട്സ് കാണും. അതിനകത്ത് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യത്തിന്റെ ഫോസ്ഫേറ്റ്സും സൾഫേറ്റ്സും ക്ലോറൈഡ്സ് ഒക്കെ ആയിരിക്കും. ഇതും വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. മിക്ചുറേഷൻ വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 4 മാർക്ക് കിട്ടി. മിക്ചുറേഷൻ 2 മാർക്കിനെ പഠിച്ചു. കോമ്പോസിഷൻ ഓഫ് യൂറിൻ 2 മാർക്കിനെ പഠിച്ചു. ഇനി ഒരു 6 മാർക്കിൻ്റെ ഒരെണ്ണം പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം 10 മാർക്കും കൊണ്ടാണ് വീട്ടിൽ പോകുന്നത്. അല്ല, ഞാൻ 10 മാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എറിഞ്ഞു തരാം. 10 മാർക്ക് മേടിച്ചോളാം. ഞാൻ കഷ്ടപ്പെട്ട് രാത്രി 8 മണിക്ക് ഒന്ന് പഠിപ്പിക്കും. 8:45 വിശക്കം ഇങ്ങനെ പഠിപ്പിക്കുവാട്ടോ. അപ്പം അതിൽ 1 മാർക്ക് പോലും നിങ്ങൾ കളയരുത്. അത്രയും കഷ്ടപ്പെട്ട് അത് ഞാൻ പഠിപ്പിക്കുവാണ്. കഷ്ടപ്പെട്ടിട്ടില്ല, സന്തോഷത്തോടുകൂടി പഠിപ്പിക്കും. അപ്പം 4 മാർക്ക് പഠിച്ചു. ഇനി 6 മാർക്കിന് പഠിപ്പിച്ചു.
യൂറിൻ ഫോർമേഷനിൽ നമ്മൾ പഠിച്ചതാണ്, നല്ലോണം പഠിച്ചതാണ്. 3 സ്റ്റേജായിട്ടാണ്: ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേജ് ഗ്ലോമറുലാർ സെക്രീഷൻ എന്ന് പറയാൻ നേരത്ത്, അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷന് ഒരു തരത്തിലുള്ള സെലക്ഷൻ നടത്താതെ വെറുതെ ഒരു പ്രഷർ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഹൈ ഫോഴ്സിൽ ബ്ലഡ് ഫ്ലോ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഫിൽട്രേറ്റ് ആണ് അവിടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അവിടെ സെലക്ഷൻ ആരും ഒന്നും ചെയ്തില്ല. അതേസമയം അടുത്ത 2 സ്റ്റേജ്, അടുത്ത 2 ഫേസ്, അല്ലെങ്കിൽ ട്യൂബുലാർ റീഅബ്സോർപ്ഷനും ട്യൂബുലാർ സെക്രീഷനും നടക്കുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അവിടെ ആരുടെയോ ഡയറക്ഷനിൽ നടക്കുന്ന പോലെ നമുക്ക് തോന്നും, ആരോ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ തോന്നും. ചിലരെ സെലക്റ്റീവാണ്. നമ്മുടെ സെലക്ഷൻ നടത്തണമെങ്കിൽ അവിടെ ആരെങ്കിലും വേണം, അതല്ലെങ്കിൽ അധികാരമുള്ളവർ കയറും, ചിലരെ തള്ളി വെളിയിൽ ഇറക്കും, അങ്ങനത്തെ പല കാര്യങ്ങളും അവിടെ. നിങ്ങളിപ്പോൾ എൻ്റെ ക്ലാസ്സിലാണ് വരുന്നതെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ എന്നും വഴക്കിടുന്നവരെ ഞാൻ ചിലപ്പം ഇറക്കി വിട്ടാണിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവരെ കയറ്റിയെന്നിരിക്കുക. അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല കേട്ടോ. പഠിക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചില പിള്ളേരുണ്ടല്ലോ, ഞാൻ 8:30 അപ്ലോഡ് ചെയ്താലും ഉടൻ തന്നെ കൊള്ളാൻ മിസ് നല്ല ക്ലാസ്. എനിക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ കേൾക്കുമ്പോൾ. എൻ്റെ ക്ലാസ് നല്ലതെന്ന് കേൾക്കുന്നത്, നിങ്ങൾ നല്ല കുട്ടിയാന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ള പോലെ അല്ലേ. എൻ്റെ ക്ലാസ് നല്ലതെന്ന് കേട്ടാൽ എനിക്ക് സന്തോഷമുണ്ട്. അത് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ കുറേ കുട്ടികൾ എഴുതും. പിന്നെ ഉടൻ തന്നെ പിറ്റേ ദിവസം നേരം എടുത്ത് നോക്കുമ്പോൾ നോട്ടൊക്കെ ഉണ്ടാക്കി അയക്കുന്നത്. ശരിക്കും ക്ലാസ് കേട്ടിട്ട് നല്ലോണം പഠിച്ചിട്ടാണ് എഴുതുന്നത്. അയ്യോ, എനിക്ക് ആ പിള്ളേരൊക്കെ എന്ത് ഇഷ്ടം, എല്ലാ പിള്ളേരും ഇഷ്ടം കേട്ടാ. പിന്നെ കുറെ പേര് ലേറ്റ് ആയിട്ട് ഞാൻ ഇന്നലെ വാട്സാപ്പിൽ കുറച്ച് നമ്പേഴ്സ് അവർക്ക് അവരെടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞു കേട്ടോ. അവർക്ക് കുറച്ച് റീസൺ ഉണ്ട്, വാലിഡ് റീസൺ ഉള്ളതുകൊണ്ട് കേട്ടോ അവരെ അയക്കാൻ. നിങ്ങൾ അവരെ തെറ്റിദ്ധരിക്കരുത്, അവരൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അവരൊക്കെ നല്ല പിള്ളേരാണ്. അപ്പോൾ ഈ യൂറിൻ ഫോർമേഷന്റെ സമയത്ത് ചില ഹോർമോൺസ് അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ആരൊക്കെയാന്ന് നോക്കാം. ഒരെണ്ണം ആൽഡോസ്റ്റീറോൺ. ഇത് 6 മാർക്കിൻ്റെയാണ് കേട്ടോ. അപ്പോൾ 6 മാർക്ക് എന്ന് പറയാൻ നേരത്ത് എങ്ങനെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു 4 ഹോർമോണെങ്കിലും നമ്മൾ പറയണം. പിന്നെ ആ ഓരോന്നും ചെറുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ഓരോന്നും അല്പം ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ 4 മാർക്കിന് പേര് പറയുന്നതിന് ഓരോരോ മാർക്കുണ്ട്. അപ്പോൾ നമ്മൾ 4 ഹോർമോൺസ് മെൻഷൻ ചെയ്യുക. ആ ഓരോന്നിനകത്തും കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മാർക്ക് അവിടെ വീണ് കഴിഞ്ഞു. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് പേപ്പർ വാല്യൂ ചെയ്യാൻ തരാൻ നേരത്ത് ചുമ്മാ മിസ്സിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ടീച്ചറിന് ഇഷ്ടമുള്ള പോലെ മാർക്ക് ഇടാൻ പറ്റത്തില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പറിനോടൊപ്പം തന്നെ വാല്യൂ ചെയ്യുന്ന ടീച്ചറിൻ്റെ കയ്യിലോട്ട് ഒരു സ്കീം ഓഫ് വാല്യുവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറും കൂടെ തരും. ആ പേപ്പറിനകത്ത് നമ്മൾ ഇങ്ങനെ വേണം മാർക്ക് ഇടാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 6 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനകത്ത് മെൻഷൻ 4 ഹോർമോൺസ് എന്ന് കാണും. അപ്പം നമ്മൾ മെയിൻ ഏതെങ്കിലും ഒരു 4 ഹോർമോൺസ്, ഏതെങ്കിലും അല്ല, യൂറിൻ ഫോർമേഷനെ കൺട്രോൾ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന 4 ഹോർമോൺസിൻ്റെ പേര് എഴുതുക. പിന്നെ അതിൻ്റെ ഓരോ ചെറിയ പോയിന്റ്സും കൂടെ വേണം. അപ്പോൾ നമ്മുടെ മാർക്ക് ഇവിടെ വീഴും. നിങ്ങൾ സബ്സിഡിയറി പിള്ളേർ, നിങ്ങളിൽ നിന്ന് ഒരുപാട് ഡോക്ടർമാരെ പോലെ ഒന്നും നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആൽഡോസ്റ്റീറോൺ, ദിസ് ആൽഡോസ്റ്റീറോൺ ഈസ് സെക്രീറ്റഡ് ബൈ ദ adrenal cortex. Aldosterone is secreted by the adrenal cortex. ഈ adrenal cortex റെഗുലേറ്റ് ചെയ്യുന്നത് സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷനെയാണ്. Reabsorption of sodium and secretion of potassium. പൊട്ടാസ്യത്തിനെ വേണ്ട, സോഡിയത്തിനെ വേണം. പൊട്ടാസ്യത്തിനെ ബ്ലഡിൽ നിന്ന് യൂറിനിലോട്ടും ഈ യൂറിനിലുള്ള സോഡിയത്തിനെ തിരിച്ചും പിടിക്കും. അപ്പം റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയവും സെക്രീഷൻ ഓഫ് പൊട്ടാസ്യത്തിന്റെ റെഗുലേറ്ററാണ് അഡ്രീനൽ കോർട്ടെക്സിൽ നിന്ന് വരുന്ന ആൽഡോസ്റ്റീറോൺ. Aldosterone is a hormone secreted by adrenal cortex and it regulates the reabsorption of sodium and secretion of potassium. This hormone ഉണ്ടല്ലോ ഒരു എൻസൈമിനെ stimulate ചെയ്യും. That enzyme is called
sodium potassium ATPase. Aldosterone stimulates an enzyme, and that enzyme is called a sodium potassium ATPase. എവിടെയെങ്കിലും ASC എന്ന് വരുവാണെങ്കിൽ അതൊരു എൻസൈമാണ്. ASC എന്ന് പറയുന്നത് എൻസൈമാണ്. സോഡിയം പൊട്ടാസ്യം ATPase സ്റ്റിമുലേറ്റ് ചെയ്യും ഈ ആൽഡോസ്റ്റീറോൺ. ആൻഡ് ദിസ് സ്റ്റിമുലേഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? ഇറ്റ് ഈസ് ഇവിടെ ദിസ് സ്റ്റിമുലേഷൻ എൻഹാൻസസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് മെക്കാനിസം. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് മെക്കാനിസം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാതിലിൽ കൂടെ ഒരാളെ കയറ്റുകയും ഒരാളെ ഇറക്കുകയും ചെയ്യുന്ന ആളാണ് ഈ സോഡിയം പൊട്ടാസ്യം ATPase. ഇറ്റ് ഈസ് ഹിയർ ദ സോഡിയത്തിന് ഒരു ഡയറക്ഷൻ, ഇത് transport of two different ions in the opposite direction. ഇത് മെംബ്രെയിൻ ആണെങ്കിൽ ഒരു ഡയറക്ഷനിലോട്ട് ഒരാൾ പോകും, മറ്റേ ഡയറക്ഷനിലോട്ട്. The transport of two different ions in the opposite direction. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഇസ് കോൾഡ് സോഡിയം പൊട്ടാസ്യം ATPase. സോഡിയത്തിന് ഒരു ഡയറക്ഷനിലോട്ട്, പൊട്ടാസ്യത്തിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഹെൽപ്പ്. ആൻഡ് ദിസ് transport mechanism is helped by an enzyme called sodium potassium ATPase, and aldosterone stimulates sodium potassium ATPase for the transport of sodium and potassium in the opposite direction, and it helps in the reabsorption of sodium and secretion of potassium, that is from the blood into the urine, from the urine into the blood. ഇത് ബ്ലഡിലോട്ട് മേടിക്കും, ഇത് ബ്ലഡിൽ നിന്ന് തിരിച്ച് കളയാണ് യൂറിനിലോട്ട്, സോഡിയം പൊട്ടാസ്യം ATPase. ആൻഡ് ഇവിടെ ഉണ്ടല്ലോ ഈ ആൽഡോസ്റ്റീറോണിന്റെ ആബ്സെൻസിൽ ആൽഡോസ്റ്റീറോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ ദിസ് ലീഡ്സ് ടു എ ഡിസീസ് കോൾഡ് Addison's disease. Addison's disease, there is a deficiency of aldosterone resulted in the decreased concentration of sodium ions in the body. ബോഡിയിൽ സോഡിയം കുറഞ്ഞു പോകും. അഡിസൺസ് ഡിസീസിൽ ആൽഡോസ്റ്റീറോൺ കുറവാണ്, അതുകൊണ്ട് റീഅബ്സോർപ്ഷൻ നടക്കുന്നില്ല, സോഡിയത്തിന്റെ അളവ് ബോഡി കുറഞ്ഞു പോകുന്നു. There is a marked decrease of sodium ions in the body. അപ്പോൾ ഒരെണ്ണം നമ്മൾ പഠിച്ചു, എന്താ? ആൽഡോസ്റ്റീറോൺ. ആൽഡോസ്റ്റീറോൺ is a hormone and it is secreted by the adrenal cortex. And it helps in the reabsorption of sodium ions. Reabsorption of sodium ions from the fluid flowing through the renal tubule. ഇതിൽ കൂടെ പോകുന്ന ഫ്ലൂയിഡിൽ നിന്ന് sodium ions are reabsorbed into the blood. അതിന്റെ simultaneous secretion of potassium ions from the blood, secretion തന്നെ from the blood into the urine. അപ്പൊ പൊട്ടാസ്യത്തിന് വേണ്ട എക്സസ് ആയിട്ടുള്ള പൊട്ടാസ്യത്തിനെ തിരിച്ച് യൂറിനിലോട്ട് കൊടുക്കുന്നു, യൂറിനിൽ കൂടെ പോയ സോഡിയത്തിനെ തിരിച്ചു പിടിക്കുന്നു. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റീറോൺ. ആൻഡ് ദിസ് ആൽഡോസ്റ്റീറോൺ stimulates another enzyme, and that enzyme is called sodium potassium ATPase, and this stimulates the opposite transport of two different types of ions in the opposite direction. ഇതൊരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. നമ്പർ 2, vasopressin or ADH. And this hormone is secreted by the posterior part of the pituitary. Posterior part of the pituitary secretes an hormone called a vasopressin or ADH. And this hormone is essential for the reabsorption of water. വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ ADH വേണം. എന്തിനാണെന്നറിയാമോ? This ADH regulates excess loss of water through the urine. The excess loss of water through the urine is called diuresis. Diuresis is a phenomenon in which there is an excess loss of water through the urine. അതിനെ പ്രിവെന്റ് ചെയ്യുന്നത് കാരണം this hormone is called anti-diuretic hormone. Diuresis is the excess loss of water through the urine. അതിനെ പ്രിവെന്റ് ചെയ്യുന്നതുകൊണ്ട്
anti-diuretic hormone or vasopressin secreted by the posterior part of the pituitary, and it is essential for the reabsorption of water. തുമ്മാൻ വരുന്നത് ശ്വാസം പിടി അസംപ്രായമായ ശ്വാസം പിടിച്ച് പറയുന്നുണ്ട് തുമ്മൽ വരുന്നത്. തുമ്മട്ടെ തുമ്മട്ടെ എന്ന് പറഞ്ഞപ്പോൾ തുമ്മൽ വരുന്നില്ല. പിന്നെ തുമ്മൽ. അപ്പൊ ഇവര് വേണം, അല്ലെങ്കിൽ എക്സസ് വാട്ടർ പോയി പോകും. അപ്പൊ ഇവര് കാര്യമായിട്ടൊക്കെ ജോലി ചെയ്യുവാണെങ്കിൽ നോർമലായിട്ട് യൂറിൻ പോകുന്നു, എക്സസൈസ് ആയിട്ട് പോകുന്നവരിൽ നിന്ന് വാട്ടർ തിരിച്ചു പിടിക്കുന്നു. അപ്പം വാസോപ്രസിൻ റെഗുലേറ്റ്സ് അല്ലെങ്കിൽ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ വാട്ടർ റീഅബ്സോർപ്ഷൻ. അല്ല, ഇതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ എന്ത് പറ്റും? വാട്ടർ റീഅബ്സോർപ്ഷൻ കുറഞ്ഞു പോകും. ആന്റി ഡയൂറിറ്റിക് നടക്കുന്നില്ല, അപ്പം ഡയൂറിസിസ് നടക്കുന്നു. ദർ ഇസ് an excess loss of water through the urine, and this results in the formation of dilute urine. And വെള്ളം ഇങ്ങനെ യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു. And this disease is called diabetes insipidus. In diabetes insipidus there is frequent ആയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നു, and there is a dilute urine formation, excess amount of water loss through the urine. അപ്പൊ ഇതിന്റെ ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസിൽ ക്യാരക്ടറൈസ്ഡ് ബൈ ഡൈല്യൂട്ട് യൂറിൻ, എക്സസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ ദ യൂറിൻ ആണ് ആന്റി ഡയൂറിറ്റിക് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി. അതല്ല, ഇത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാവാ? കൂടുതൽ വെള്ളം ബോഡിയിലോട്ട് പിടിച്ചു വെക്കും. റിസൾട്ടഡ് ഇൻ എഡീമ എന്ന് വെച്ചാൽ സ്വെല്ലിങ് ഇൻ ദ ബോഡിയിലോ കണ്ണിന്റെ താഴത്തും മുഖത്തും ഒക്കെ വീർത്ത് നീര് വെച്ച പോലെ ഇരിക്കും. ബോഡിയുടെ ജോയിന്റ്സിനും മുഖത്തും കണ്ണിന്റെ താഴെയൊക്കെ ആണെങ്കിൽ എഡിമ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരും ഡ്യൂ ടു ദ റീറ്റൻഷൻ ഓഫ് വാട്ടർ ഇൻ ദ ബോഡി. അത് ഓവർ സെക്രീഷൻ ഓഫ് ADH ആണ്. ADH കൂടിപ്പോയാൽ കൂടുതൽ വെള്ളം ബോഡിയിൽ പിടിച്ചു വെക്കും. അവർക്ക് ഇച്ചിരി കൂടിപ്പോയി, ADH കൂടിപ്പോയപ്പം അവര് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിനും പോകാൻ സമ്മതിക്കുന്നില്ല. അവരുടെ വാട്ടർ റീറ്റൻഷൻ ബോഡിയിൽ കൂടുന്നു. ഡ്യൂ ടു ദ അവിടെ എന്താ പറ്റുന്ന ഓവർ സെക്രീഷൻ ഓഫ് ADH റിസൾട്ടഡ് ഇൻ ഓവർ reabsorption of water, and this excess water എവിടെ എന്ത് പറ്റും? റിസൾട്ടഡ് ഇൻ ദ ഇൻഫ്ലമേഷൻ ദ ജോയിന്റ്സിലും മുഖത്തും ഒക്കെ വന്നിട്ട് റിസൾട്ടഡ് ഇൻ എഡിമ. അതല്ല, അതിന്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ റിസൾട്ടഡ് ഇൻ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാല് ഡൈല്യൂട്ട് യൂറിൻ ഫോർമേഷൻ. ഡയബറ്റിസ് മെലിറ്റസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡൈല്യൂട്ട് യൂറിൻ ഫോർമേഷൻ. ഡൈല്യൂട്ട് യൂറിൻ ആണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള വെള്ളം ഇങ്ങനെ യൂറിനായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക, എക്സസ് ആയിട്ട് യൂറിനായിട്ട് പോവുകയാണ്. ദാറ്റ് ഇസ് ഡൈല്യൂട്ട് യൂറിൻ ഫോർമേഷൻ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഡയബറ്റിസ് മെലിറ്റസ് അല്ല, അത് വേറെ. ഇത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, എക്സസ് വാട്ടർ ലോസ് ആണ്. അതും കൊള്ളുകയല്ല. അത് പിന്നെ ഇവരുടെ ഓവർ പ്രൊഡക്ഷൻ ആണെങ്കിൽ ബോഡിക്കകത്ത് വാട്ടർ പിടിച്ചു വെക്കും, അതും കൊള്ളുകയില്ല. അത് എഡിമ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീര് വെക്കുവാണ്. അപ്പൊ അത് പഠിച്ചു. വാട്ടർ റീഅബ്സോർപ്ഷൻ ആണ്. ഇനി ആൻജിയോടെൻസിൻ 2, ഇത് നമ്മൾ നേരത്തെ ഒന്ന് ഞാൻ പറഞ്ഞത്. ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത്, ആൻജിയോടെൻസിൻ 2 ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാൻ പഠിപ്പിച്ചത് ആൻജിയോടെൻസിൻ 2. ആൻജിയോടെൻസിൻ 2 ഈസ് ഫോംഡ് ഫ്രം എ പ്രിക്കഴ്സർ ദാറ്റ് ഈസ് ആൻജിയോടെൻസിൻ 1. ആൻജിയോടെൻസിൻ 1 നിന്നാണ് ആൻജിയോടെൻസിൻ 2 ഉണ്ടാകുന്നത് ബൈ ദ ആക്ഷൻ ഓഫ് റെനിൻ. റെനിൻ പോയിട്ട് ആൻജിയോടെൻസിൻ 1 ആക്ട് ചെയ്തിട്ട് ആൻജിയോടെൻസിൻ 2 ഉണ്ടാകും. ആൻഡ് ദ റെനിൻ ഈസ് സെക്രീറ്റഡ് ഫ്രം juxtamedullary apparatus. Juxtamedullary apparatusനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക റെനിൻ. ആൻഡ് ദ റെനിൻ ആക്ട് ഓൺ angiotensin 1 and it is converted into angiotensin 2. and the angiotensin 2 എന്ന് പറയുന്നത് സോഡിയം റീഅബ്സോർപ്ഷൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ സർട്ടൻ സർക്കംസ്റ്റാൻസസ് ആണ്. ഈ പിന്നെ
കിഡ്നിയിലോട്ട് വരുന്ന ബ്ലഡിൻ്റെ വോളിയം കുറയുകയോ ഡീഹൈഡ്രേഷൻ വഴി ബോഡിയിലെ സോൾട്ടും വെള്ളമൊക്കെ കുറയുവാണെങ്കിൽ there is an increased secretion of angiotensin 2 from angiotensin 1 by the action of renin secreted by juxtaglomerular. Angiotensin 2 is produced from angiotensin 1 by the action of renin. Renin is secreted by juxtaglomerular apparatus. Juxtaglomerular apparatus secretes renin, act on angiotensin 1 and produces angiotensin 2. And the angiotensin 2 is essential for the reabsorption of sodium ions in certain circumstances, like the reduced flow of blood into the kidney or the decreased volume of water or salt due to dehydration, and such circumstances. During such circumstances, angiotensin 2 is produced, synthesized from 1 by the action of renin secreted by the juxtaglomerular apparatus, and it regulates or enhances the retention of sodium ions in the body. സോഡിയം അയോൺസ് എക്സസ് ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആൻജിയോടെൻസിൻ 2 അങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസിൽ ഇൻക്രീസ്ഡ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുകയും ബോഡിക്കകത്ത് സോഡിയം അയോൺസ് റീഅബ്സോർബ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആൻജിയോടെൻസിൻ 2 റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം. ഇനി അടുത്ത വാക്കുകൾ നമുക്ക് പറയാം. parathyroid hormone. Parathyroid hormone. And this parathyroid hormone regulates the reabsorption of calcium. കാൽഷ്യം നമുക്ക് ബോഡിക്ക് ആവശ്യമാണ്. അപ്പോൾ കാൽഷ്യത്തിന് യൂറിനിൽ കൂടെ കളയണ്ട. അപ്പോൾ യൂറിനോട് പറയാം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അതിനെ തിരിച്ചു തരിക. ബട്ട് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഈസ് റെഗുലേറ്റഡ് ബൈ പാരാതൈറോയിഡ് ഹോർമോൺ. മെയിൻ ആയിട്ടും പാരാതൈറോയിഡിന്റെ ഹോർമോണിന്റെ ഫംഗ്ഷൻ ഇസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം. In addition to the reabsorption of calcium, it also regulates the reabsorption of magnesium. അപ്പോൾ കാൽഷ്യത്തിന്റെ മെയിൻ ആയിട്ടും അതിന്റെ കൂട്ടത്തിൽ മെഗ്നീഷ്യവും കൂടെ റീഅബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇത് പ്രിവെന്റ്സ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് ഫോസ്ഫേറ്റ്സ്. ഫോസ്ഫേറ്റ്സ് വേണമെങ്കിൽ പോയിക്കോട്ടെ, ഫോസ്ഫേറ്റ്സിനെ അങ്ങ് കളയും. ഫോസ്ഫേറ്റ്സിന്റെ റീഅബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇൻക്രീസസ് ഓർ എൻഹാൻസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം. കാൽഷ്യത്തിന്റെ റീഅബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു. പാരാതൈറോയിഡ് ഹോർമോൺ stimulates the reabsorption of calcium from the urine into the blood. യൂറിനിൽ കൂടെ പോവല്ലേ, അതിനെ തിരിച്ചു പിടിക്കുക. കാൽഷ്യത്തിന്റെ റീഅബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു പാരാതൈറോയിഡ് ഹോർമോൺ. ഇൻ അഡീഷൻ ഇറ്റ് ഓൾസോ stimulates the reabsorption of magnesium. At the same time it prevents the reabsorption of phosphates. അപ്പം ഇത് 4 എണ്ണം നിങ്ങൾ മെയിനായിട്ട് എഴുതിയാൽ മതി. ഇത് 4 മാർക്കിനും ചോദിക്കും, 6 മാർക്കിനും ചോദിക്കും. അപ്പോൾ ദീസ് 4 ഹോർമോൺസ് മെയിനായിട്ട് regulate ദ യൂറിൻ ഫോർമേഷനെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നു. ഏതാ? ആൽഡോസ്റ്റിറോൺ, വാസോപ്രസിൻ, ആൻജിയോടെൻസിൻ, പാരാതൈറോയിഡ് ഹോർമോൺ. ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ ദിസ് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ ദ adrenal cortex. Reabsorption sodium, secretion of potassium, stimulates sodium potassium ATPase, vasopressin or ADH. Antidiuretic hormone, it stimulates water reabsorption. Antidiuretic hormone, diuresis is the excess loss of water through urine. യൂറിനിൽ കൂടെ എക്സസ് വാട്ടർ പോകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു. ആന്റിഡയൂറിറ്റിക് ഹോർമോൺ വാട്ടറിനെ റീഅബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻജിയോടെൻസിൻ സഡൻ സിറ്റുവേഷൻസിൽ ഓർ സർക്കംസ്റ്റാൻസസിൽ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം എസെൻഷ്യൽ ആയിട്ട് വരാൻ നേരത്ത് ഈ ആൻജിയോടെൻസിൻ 2 ഫോം ചെയ്യുന്നു ഫ്രം ദ പ്രികേഴ്സർ ആൻജിയോടെൻസിൻ 1 ബൈ ദ ആക്ഷൻ ഓഫ് റെനിൻ. റെനിൻ ഈസ് സെക്രീറ്റഡ് ബൈ juxtaglomerular apparatus. നേരത്തെ പഠിച്ചോ. പാരാതൈറോയിഡ് ഹോർമോൺ ഈസ് എസെൻഷ്യൽ ഫോർ ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം. അപ്പോൾ അത് വീഴും. ഇന്നത്തെ ദിവസം 2 മാർക്കിന്റെ മിക്ചുറേഷൻ പഠിച്ചു, 2 മാർക്കിന്റെ കോമ്പോസിഷൻ ഓഫ് യൂറിൻ പഠിച്ചു. അതുപോലെ 6 മാർക്കിന്റെയോ 4 മാർക്കിന്റെയോ ചോദിക്കാവുന്ന
ഹോർമോണൽ കൺട്രോൾ ഓഫ് യൂറിൻ ഫോർമേഷൻ ചോദിച്ചു, പഠിച്ചു. അപ്പം അതുപോലെ ഇപ്പം നമ്മൾ പഠിച്ചേക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് യൂറിൻ ഫോർമേഷൻ ചോദിക്കും. അത് എപ്പോഴും യൂറിൻ ഫോർമേഷൻ എസ്സേ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ കൂടെ ചോദിക്കും. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, അതിൻ്റെ കൂടെ 15 മാർക്കിനാണ് ചോദിക്കുന്നത് യൂറിൻ ഫോർമേഷൻ. അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഈ ഹോർമോണൽ കൺട്രോൾ കൂടെ സമയമുണ്ടെങ്കിൽ എഴുതി വെക്കുക. അപ്പൊ നിങ്ങളുടെ മാർക്ക് ഒട്ടും പോവുകയല്ലോ. ഹോർമോണൽ കൺട്രോൾ ഓഫ് യൂറിൻ ഫോർമേഷന്റെ ഇവരെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവർക്ക് ആര് കയറണം, ആരെ റീഅബ്സോർവ് ചെയ്യണം, ആരെ കളയണം എന്നൊന്നും ആ ട്യൂബുലാർ സെൽസിനൊന്നും അറിഞ്ഞുകൂടാ. അവരിങ്ങനെ വെറുതെ ഒരു ട്യൂബാണ്, അതിൽ കൂടെ യൂറിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തൊട്ട് വെളിയിൽ സറൗണ്ടഡ് ബൈ ബ്ലഡ്, എന്താ പറയുക, കാപ്പിലറി സിസ്റ്റം ഉണ്ട്. കാപ്പിലറി സിസ്റ്റത്തിൽ കൂടെ ബ്ലഡ് ഇങ്ങനെ പോകുന്നു, അകത്തൂടെ യൂറിൻ പോകുന്നു. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ആരെങ്കിലും കൺട്രോൾ വേണം. അപ്പൊ അവിടെ ഹോർമോൺസ് ആണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അത് കാരണം ആ യൂറിൻ ഫോർമേഷൻ ചോദിച്ച സമയം ഉണ്ടെങ്കിൽ ഇതും കൂടെ എഴുതിയാൽ നിങ്ങളുടെ മാർക്കൊന്നും പോവുകയില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇന്ന് പോയിക്കോട്ടെ. താങ്ക് യു.